ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് കുറച്ച് കാലമായി. കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ ദീപാവലീൻ്റെ അന്ന് എടുത്തതാണ്. പക്ഷേ എന്തോ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ചില സമയം വീഡിയോസിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞു നടക്കും, ചില സമയത്ത് കയ്യിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മടിച്ചിരിക്കും. അതൊക്കെയാണ് അവസ്ഥ. ഇപ്പോൾ ഈ ചാനലൊക്കെ തുടങ്ങിയിട്ട് 2 വർഷമൊക്കെ ആയെങ്കിലും പ്രതീക്ഷിക്കുന്ന പോലെ റീച്ചൊക്കെ കിട്ടാതെ ആകുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾക്ക് എല്ലാവർക്കും ഒരു മടുപ്പ് വരും. അതൊക്കെ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ചില സമയത്തൊക്കെ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഓരോ കണ്ടൻറ്റൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കും. പക്ഷേ എന്തോ ചില സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ആ ഒരു എനർജി ലെവൽ വല്ലാതെ അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനും തോന്നില്ല. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണം, ആ കണ്ടൻറ്റ് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ഓർക്കുമെങ്കിലും പണിയൊക്കെ കഴിഞ്ഞ് ഫോണെടുത്ത് ഒരു 2-3 റീൽസ് കണ്ടാൽ പിന്നെ ആ റീൽസിൻ്റെ പിന്നാലെ അങ്ങ് പോകും. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നൊക്കെയുള്ള ബോധം വരുന്നത്. അതുവരെ ഈ ഫോണിൻ്റെ ഉള്ളിൽ അതും നോക്കി ഇതും നോക്കി ആ റീലും കണ്ട് ഈ റീലും കണ്ട് അങ്ങനെ ഇരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ ചുമ്മാ ഇരുന്നൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ മടി അത് തന്നെ. പ്രത്യേകിച്ച് വലിയതായിട്ടൊന്നും പറയാനില്ല, മടി അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്നിപ്പോൾ ഇങ്ങനെ ഫോണിലിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചുമ്മാ അങ്ങ് ഇട്ടേക്കാം വെറുതെ. അന്ന് അത്ര കാര്യമായിട്ടൊക്കെ എടുത്ത് വെച്ച വീഡിയോ ആണിത്. പിന്നെ എന്ത് പറ്റിയെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. എന്നാലും ഇങ്ങനെ കിടക്കല്ലേ, നമ്മൾ കഷ്ടപ്പെട്ടെടുത്തതല്ലേ. അപ്പോൾ എന്തോ അത് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല, അപ്ലോഡ് ചെയ്തേക്കാമെന്ന് കരുതി. സാധാരണ ഞങ്ങളവിടെയൊക്കെ ദീപാവലിക്ക് ഉച്ചയ്ക്ക് ആണ് വെച്ച് കൊടുക്കാറ്. രാത്രി അധിക സ്ഥലത്തും രാത്രിയാണ്. ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ വന്ന കാലം മുതലേ ഇവരിവിടെ ഉച്ചയ്ക്കാണ് വെച്ച് കൊടുക്കുക എന്ന് പറയാറുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ രാത്രിയാണ് വെച്ച് കൊടുക്കാറ്. അപ്പോൾ പ്രത്യേകിച്ച് കുറേ ഐറ്റംസ് ഒന്നും നമ്മൾ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചിക്കൻ കറി, ഒരു ഉപ്പേരി, അങ്ങനെ ഒരു പപ്പടം, ആ ഒരു ലെവലിൽ ചെറുതായിട്ട് ചിക്കൻ പൊരിച്ചത് അങ്ങനെയൊക്കെ ആയിട്ട് അത്ര അങ്ങ് ആർഭാടമൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനും അമ്മയും മാത്രമേ എന്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ ലൈറ്റാക്കിയിട്ടായിരുന്നു അന്ന് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദീപാവലിക്ക് ഇത്തവണത്തെ ദീപാവലിക്ക് ഏറ്റവും ഉണ്ടായ വിഷമം എന്താണെന്ന് വെച്ചാൽ, ദീപാവലിൻ്റെ സമയത്ത് സാധാരണ സ്വീറ്റ്സ് കൊണ്ട് തല്ലായിരിക്കും. നമ്മൾ ദീപാവലി മുട്ടായി ഉണ്ടല്ലോ, എവിടെ നോക്കിയാലും ദീപാവലി മുട്ടായി. പക്ഷെ ഇത്തവണ വെച്ച് കൊടുക്കാൻ പോലും ദീപാവലി മുട്ടായി ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഈ പറയുന്ന പോലെ വാങ്ങിയാൽ മതി, വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ എന്തോ അന്ന് അതിനും ഓർമ്മ വന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ എന്തോ അറിയില്ല. ചില സമയം അങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ തവണയൊക്കെ ആണെങ്കിൽ ദീപാവലിൻ്റെ സമയത്ത് ഒരുപാട് ദീപാവലി മുട്ടായി കിടന്ന് ആർക്കും വേണ്ടാതെ 2 മാസം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കളഞ്ഞായിരുന്നു. ഇത്തവണ ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് കൊണ്ടുവരും ഇവിടെ നിന്ന് കൊണ്ടുവരുന്നൊക്കെ വിചാരിച്ചിരുന്നു. എവിടെ നിന്നും കൊണ്ടുവന്നില്ല. പിന്നെ അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞിട്ട്, 2 ദിവസമല്ല, പിറ്റേ ദിവസം രാത്രിയാണ് ദീപാവലി മുട്ടായി കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സമാധാനം. നമ്മളെ കയ്യിൽ എത്ര അത് സാധാരണ കയ്യിലുണ്ടെങ്കിൽ ആർക്കും വേണ്ടാത്ത സാധനം, പക്ഷെ കിട്ടാതായപ്പോൾ ഭയങ്കരമായിട്ട് അത് കിട്ടണം എന്നുള്ളൊരു കൊതിയായിരുന്നു. പ്രത്യേകിച്ച് എനിക്കതിൽ ഇതുണ്ടല്ലോ, മൈസൂർ പാക്ക്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മൈസൂർ പാക്ക്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കിട്ടിയായിരുന്നു. അത് കിട്ടിയപ്പോൾ തന്നെ സമാധാനമായി. പിന്നെ പേട അങ്ങനെയുള്ള ഐറ്റംസ് ഓവറായിട്ട് ഈ നെയ്യുള്ള അതൊന്നും എനിക്ക് വലിയ അത്ര ഇഷ്ടമല്ല. എന്നാലും ദീപാവലി മുട്ടായി എന്ന് പറയുമ്പോൾ നല്ല നല്ല അടിപൊളി നെയ്യൊക്കെ ഇട്ടിട്ട് തന്നെയായിരിക്കും അല്ലേ അതിൽ വരുന്ന ഈ മൈസൂർ പാക്കും. ഈ പറഞ്ഞ പോലെ നല്ല നെയ്യിൽ മുക്കിയതായിരിക്കും. നോർമൽ കുറച്ച് ഹാർഡായിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടാറില്ല. അതിൽ വരുമ്പോൾ ഭയങ്കര അങ്ങനെ വായിൽ വെച്ച് അങ്ങനെ മെൽട്ടായി പോകുന്ന രീതിക്കുള്ള സാധനമായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ഇങ്ങനെ തീർത്ത് വരികയാണ്. എന്ത് തോരൻ വെക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ബീട്രൂട്ട് എടുത്ത് തോരൻ വെച്ചു, കറിയൊക്കെ ആയി. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് സ്ലോലി ആണ് അന്ന് പണി തീർത്തത്. സാധാരണ നേരത്തെ കഴിയും. അന്നെന്തോ കുറേ ഓർത്ത് എന്ത് ചെയ്യും, ഏതാക്കും. ശരിക്കൊരു ബിരിയാണിയൊക്കെ വെച്ചാൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ എളുപ്പം പണി കഴിയുമായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എവിടെ പരിപാടി ഉണ്ടെങ്കിലും അവിടെയൊക്കെ ബിരിയാണി ആയിരിക്കും. അങ്ങനെ ഈ ബിരിയാണി സാധാരണ പണ്ടൊക്കെ നമ്മൾ അറിയാമല്ലോ, ഞായറാഴ്ചകളായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫങ്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണങ്ങളായിരിക്കണം.
അങ്ങനെയൊക്കെയാണ് നമുക്ക് ബിരിയാണിയൊക്കെ അങ്ങനെ കാണുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഡെയിലി എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഈസി ആയിട്ട് കുക്കറിലൊക്കെ ചെയ്യുമ്പോൾ ഈസിയാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തയക്കാൻ. അപ്പോൾ ഈ ബിരിയാണിക്കൊന്നും വലിയ ഡിമാൻഡ് ഇല്ലാതായി. ബിരിയാണി എന്ന് പറയുമ്പോൾ പണ്ടുള്ള പോലത്തെ ആ ഒരു അയ്യോ ബിരിയാണി അങ്ങനെ ആ ഒരു കൊതി വരെ പോയി. പിന്നെ ഇപ്പോൾ എല്ലാവരും നമ്മുടെ ചോറും കറിയും എന്നുള്ള ഒരു ഇതിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ എന്ത് ഇതുണ്ടെങ്കിലും ആ ചോറും കറിയും ഉണ്ടോ. ഇപ്പോൾ എത്ര ബിരിയാണി കഴിച്ചാലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ചോറും മുളകിട്ട ഒരു മീൻകറിയും കിട്ടിയാൽ അത് കഴിച്ചാലേ വയറ് നിറയുള്ളൂ. എത്ര ബിരിയാണി കഴിച്ചാലും അതൊരു ഭയങ്കര ഒരു സുഖമുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ ബിരിയാണിയിൽ നിന്ന് മാറ്റി പിടിച്ചത്. അപ്പോൾ എൻ്റെ ഉപ്പേരിയായി, കറി ഇതാ ഇവിടെ തിളച്ച് അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി. നന്നായിട്ട് വരട്ടി അധികം ഗ്രേവിയൊന്നും ഇല്ലാതെ ആക്കാമെന്നാണ് കരുതിയത്. കാരണം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. കുറേ നമ്മളിങ്ങനെ വെച്ചുണ്ടാക്കിയിട്ട് ആർക്കാം. ഈ ചിക്കൻ കറിയൊക്കെ ഒരു നേരം കൂട്ടി പിന്നെ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മടുക്കും, വേണ്ടാന്ന് വിചാരിക്കും. പക്ഷേ 2 ദിവസം കഴിഞ്ഞിങ്ങനെ ചിന്തിക്കുമ്പോൾ ആ കറി കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ എന്ന് തോന്നും. അതെൻ്റെ മാത്രമല്ല, ഇത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. എല്ലാവരും ഈ സെയിം സിറ്റുവേഷൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഐറ്റംസ് ഉണ്ടെങ്കിൽ അന്നത് തിന്നാൻ പറ്റില്ലെങ്കിലും പിറ്റേ ദിവസം അത് കിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കണം. അങ്ങനെ എൻ്റെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡിയായി, ഉപ്പേരി റെഡിയായി. നമുക്ക് ഏകദേശം അന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 2 o'clock ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അവസാനത്തെ പരിപാടി ചിക്കൻ പൊരിക്കലാണ്. ചിക്കനും കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് അപ്ലോഡ് ചെയ്യണോ വേണ്ടേ കളയണോ എന്ന് വിചാരിച്ചിരുന്നൊരു സാധനമാണ്. പിന്നെ എന്തോ കളയാൻ തോന്നിയില്ല, അതുകൊണ്ട് ചുമ്മാ അവിടെ കിടക്കട്ടെ എന്ന് കരുതി അപ്ലോഡ് ചെയ്യാണ്. ഇതുപോലെ നിങ്ങളെ അടുത്തും ഉണ്ടാവും ഒരുപാട്. ഇപ്പോഴും ഇതിന് മുമ്പ് കുറേ മുമ്പ് എടുത്ത് വെച്ച് ഷോർട്സിന് വേണ്ടി എടുത്ത് വെച്ച് ഒരുപാട് വീഡിയോസ് എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതിനൊക്കെ എന്ത് പറഞ്ഞ് എങ്ങനെ അപ്ലോഡ് ചെയ്യുമെന്ന് അറിയാതെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിൽ പെട്ട് ഈ വീഡിയോയും അങ്ങനെ കിടക്കണ്ടെന്ന് കരുതി. അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ വീഡിയോ എങ്ങനെയെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ജസ്റ്റ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. പിന്നെ പറ്റുമെങ്കിൽ വീഡിയോ ഒരു മുഴുവനൊക്കെ കണ്ട് പകുതി കണ്ട് സ്കിപ്പ് ചെയ്യാതെ നമുക്കൊരു ഉപകാരമല്ലേ. അപ്പോൾ കുറച്ചധികം വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ നമുക്ക് ഒന്നിച്ച് വളരാമെന്ന് പറയുന്ന പോലെ 2 കൊല്ലമൊക്കെ ആയി. ഇനിയും എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗമനം വേണ്ടേ. അതുകൊണ്ട് നിങ്ങളൊക്കെ കണ്ട് ഹെൽപ്പ് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസ് ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യലൊന്നും നടക്കില്ല. പക്ഷേ എന്നാലും മടിയൊക്കെ കുറച്ച് എപ്പോഴും വിചാരിക്കും എല്ലാ മടിയും കുറച്ച് പ്രോപ്പറായിട്ട് ഡെയിലി അല്ലെങ്കിൽ വീക്കിലി 2 എന്നുള്ളൊരു ബേസിസിലെങ്കിലും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണമെന്ന്. കണ്ടൻറ്റ് ഓർത്തോർത്ത് അധികം ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവാറാണ് പതിവ്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഒന്നിനെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.